മുഖം നിറം വയ്ക്കാനും മുഖത്ത് അനാവശ്യമായിട്ടുള്ള എണ്ണമയമുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ്ലി നീക്കം ചെയ്യാനും സാധിക്കുന്ന ഒരു അടിപൊളി ഫേസ് പാക്കാണ് ഇപ്പം ഞാൻ എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഡെഡ് സെൽസ്, വെയിലേറ്റ കരിവാളിപ്പ് ഇതൊക്കെ കംപ്ലീറ്റ്ലി മാറ്റിയെടുക്കാനും സാധിക്കും. അപ്പോൾ ഈ സമ്മർ ടൈമിൽ ഓയിൽനെസ് കുറച്ച് കൂടുതലായിരിക്കും നമ്മുടെ സ്കിന്നിൽ, എപ്പോഴും വേർക്കുക, മുഖം ഒന്ന് ഡള്ളായിരിക്കുക, അത് വളരെ കോമൺ ആണ്. അപ്പോൾ അത് മാറ്റിയെടുക്കാനുള്ള ഒരു ഫേസ് പാക്കാണ് ഇത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. അതിനു മുന്നേ ആയിട്ട് നിങ്ങൾ ആരെങ്കിലും ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. എന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു മൈ യൂട്യൂബ് ഫാമിലി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓൾറെഡി സ്കിന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫേസ് പാക്ക് പ്രിപ്പയർ ചെയ്യാം. ആദ്യം തന്നെ ഞാനിവിടെ അലോവേര ജ്യൂസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം നമുക്ക് പാക്ക് പ്രിപ്പയർ ചെയ്ത് തുടങ്ങാം. ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കുന്നത് മുൾട്ടാണി മിട്ടിയാണ്. അലോവേര ജ്യൂസ് ഞാൻ ഓൾറെഡി എന്തിനാണ് കാണിച്ചതെന്ന് വെച്ചാൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് സ്റ്റോർ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് അലിഞ്ഞ് കിട്ടാനായിട്ട് കുറച്ച് നേരത്തെ എടുത്ത് പുറത്ത് വെക്കണം, എന്നാലേ നന്നായിട്ട് അലിഞ്ഞ് നമുക്ക് യൂസ് ചെയ്യാൻ പാകത്തിന് കിട്ടുള്ളൂ. ഓക്കെ, അടുത്തതായിട്ട് മുൾട്ടാണി മിട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മുൾട്ടാണി മിട്ടിയാണ് നമ്മുടെ ബേസ് ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് വന്നേക്കുന്നത്. എണ്ണമയം, സ്കിന്നിലുള്ള എക്സസ് ഓയിൽ കൺട്രോൾ ചെയ്യാനും അതുപോലെ തന്നെ ഡേർട്സ്, ഇമ്പ്യൂരിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡീപ്പായിട്ട് ക്ലീൻ ചെയ്യാനും മുൾട്ടാണി മിട്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം നമുക്ക് കുറച്ച് പാലും കൂടെ വേണം. പാല് ചേർത്താണ് മിക്സ് ചെയ്യുന്നത്. പാലല്ലെങ്കിൽ നിങ്ങൾക്ക് റോസ് വാട്ടർ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പാല് നിങ്ങൾക്ക് പറ്റത്തില്ലെന്നെങ്കിൽ സിമ്പിളായിട്ട് റോസ് വാട്ടർ യൂസ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കുക. അപ്പം ഇച്ചിരി കൂടുതൽ സാധാരണ നമ്മൾ അരിപ്പൊടി, കോഫി ഇതൊക്കെ മിക്സ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ പാലല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യാൻ എടുക്കുന്ന സാധനം വേണ്ടി വരും. അതുകൊണ്ട് അതനുസരിച്ച് എടുക്കുക. കാര്യം നമ്മുടെ ഈ ഒരു മുൾട്ടാണി മിട്ടി ഉണ്ടല്ലോ, അത് കുറച്ച് തിക്കാണ്, എപ്പോഴും ക്ലേ ഫോമിലിരിക്കും. എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്ത് പാക്കാക്കി എടുക്കാനായിട്ട് കുറച്ചധികം വെള്ളം പോലത്തെ സാധനങ്ങൾ ചേർത്ത് ഞാൻ ആവശ്യത്തിന് പാലും കൂടെ ചേർത്ത് കൊടുത്ത്, പിന്നെ നമ്മുടെ അലോവേര ജെല്ലുണ്ടല്ലോ അതും എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും ചേർത്ത് കൊടുത്ത് ഇതൊക്കെ നന്നായിട്ട് മിക്സ് ആക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പാല് ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് അലോവേര ജെല്ല് ചേർത്ത് കൊടുക്കുക, നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് ബാക്കി മിക്സ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ പാലോ അലോവേര ജെല്ലോ അല്ലെങ്കിൽ നിങ്ങൾ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ അത് എന്തെങ്കിലും ഒന്ന് കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കണം, കട്ടയായിട്ടുണ്ടാവാനായിട്ട് പാടില്ല. പിന്നെ ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നമ്മുടെ സ്കിന്നിലത് അങ്ങനെ ഇരിക്കണം. ആ ഒരു രീതിക്ക് വേണം ചെയ്യാനായിട്ട്. അല്ലാതെ പെട്ടെന്ന് ഡ്രൈ ആകുന്ന രീതിയിൽ കട്ടിക്ക് കുഴച്ചെടുക്കരുത്. നല്ല ഒരു സ്മൂത്ത് ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസിക്ക് വേണം കുഴച്ചെടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് എത്രയാണോ പാല് വേണ്ടത് അതിനനുസരിച്ച് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ പാല് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മുടെ സ്കിന്നിൽ അത് നന്നായിട്ടൊരു മോയ്സ്ചറൈസേഷൻ കൊണ്ടുവരും. അതോടൊപ്പം തന്നെ നമ്മളിവിടെ അലോവേര ജെല്ല് യൂസ് ചെയ്യുന്നുണ്ട്. അത് സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ആക്കാനും ഒന്ന് നമ്മുടെ സൺ ടാനൊക്കെ റിമൂവ് ചെയ്ത് ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തരാനും മോയ്സ്ചറൈസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ മുൾട്ടാണി മിട്ടിയായിട്ട് ഈ ഒരു സംഭവങ്ങളൊക്കെ ചേരുമ്പോൾ നല്ല രീതിയിൽ സ്കിന്നിൽ വർക്ക് ചെയ്യും. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവും. ഫസ്റ്റ് യൂസിൽ തന്നെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് ഇത്. നിങ്ങളങ്ങനെ എപ്പോഴും യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ആകെ കൂടെ നിങ്ങൾ ആഴ്ചയിൽ 1 ദിവസമോ 2 ദിവസമോ മാത്രം യൂസ് ചെയ്താൽ മതി. പിന്നെ ഇത് വാഷ് ചെയ്യുന്നതാണെങ്കിലും വളരെ സിമ്പിളായിട്ടുള്ള പ്രോസസ്സാണ്. ജസ്റ്റ് നമ്മൾ മുഖം നല്ല രീതിക്ക് കഴുകിയതിന് ശേഷം ഫേസ് വാഷോ സോപ്പോ എന്താണോ ഉള്ളത് അത് വെച്ച് ഫേസ് വാഷ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ദെൻ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക, വാഷ് ചെയ്യുക. സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്ക് ചെറിയൊരു ചൂടുവെള്ളം, ലൂക്ക് വാം വാട്ടർ വേണമെങ്കിൽ അങ്ങനെ ആവാം, അതല്ല തണുത്ത വെള്ളമാണെങ്കിൽ അങ്ങനെ ആവാം. എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തു കൊടുക്കാം. പക്ഷേ ചൂടുവെള്ളമൊന്നും നിങ്ങൾ ഒരിക്കലും യൂസ് ചെയ്യരുത്. അതൊന്നും ഫേസിൽ യൂസ് ചെയ്യുന്നത് അത്ര നല്ലതല്ല. അതുകൊണ്ടാണ്. അപ്പം നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് യൂസ് ചെയ്യാൻ ഏറ്റവും നല്ലത് നോർമൽ വാട്ടർ, സാധാരണ വെള്ളത്തിൽ കഴുകിക്കളയുക. ചെറിയൊരു മസാജ് കൊടുക്കുന്നെങ്കിലാവാം, നല്ല സോഫ്റ്റ് ആയിരിക്കും. സ്ക്രബിങ് പാർട്ടിക്കിൾ ഒന്നും ഉണ്ടാവത്തില്ല, അത്രയും സോഫ്റ്റായിട്ടുള്ള ഒരു സംഭവമാണ്. ബട്ട് സ്റ്റിൽ നമുക്ക് ആ ഒരു ഡെഡ് സെൽസ്, ഡൾനെസ് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ മാറ്റാനായിട്ട് തീർച്ചയായിട്ടും സഹായിക്കുന്ന ഒരു ഐറ്റം തന്നെയാണ്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പോകുന്നുണ്ട്. നന്നായിട്ട് ഫേസിൽ ഒരു തിൻ ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ആക്ച്വലി നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ സ്കിന്നിൻ്റെ ഇങ്ങനെ
ഭാഗമൊക്കെ ഉണ്ടല്ലോ, മൂക്കിൻ്റെ ഇടയിൽ അങ്ങനത്തെ ഭാഗങ്ങളിലൊക്കെ ഇത് കട്ട ആയിട്ടിരിക്കാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ പതുക്കെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം തിൻ ലെയർ അപ്ലൈ ചെയ്തതിന് ശേഷം എവിടെയെങ്കിലും കട്ടയായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെടുത്ത് മാറ്റാം. അത്രയും തിക്കായിട്ട് നമുക്ക് വേണ്ട, ചെറിയൊരു ലെയർ എന്നാൽ ഡീസൻ്റ് ആയിട്ട് ഒരു ലെയർ അപ്ലൈ ചെയ്ത് കൊടുക്കണം. ഒരുപാട് തിന്നായിട്ടെന്നല്ല, കാര്യം ഒത്തിരി തിന്നാക്കുമ്പോൾ പെട്ടെന്ന് ഡ്രൈ ആയി പോകും. അപ്പോൾ നമുക്കിത് ഫേസിലോട്ട് വെച്ചിരിക്കാനായിട്ട് പറ്റില്ല. ഒരിക്കലും ഒരു ഫേസ് പാക്കും ഡ്രൈ ആയതിനു ശേഷവും നിങ്ങളുടെ ഫേസിൽ അങ്ങനെ വെച്ചിരിക്കരുത്. അതൊരു സെമി ഡ്രൈ ആയി തുടങ്ങുകയാണെന്ന് കാണുമ്പോൾ തന്നെ നിറയെ വെള്ളം നനച്ചു കൊടുത്ത് വാഷ് ചെയ്ത് കളയുക. അതല്ലെങ്കിൽ വെള്ളം തളിച്ച് വെച്ചേക്കുക. ഇപ്പോൾ നമ്മൾ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് ആകുന്നതിന് മുന്നേ ഫേസ് പാക്ക് ഒന്ന് ഡ്രൈ ആയി പോയെന്ന് തോന്നുകയാണെങ്കിൽ ചെറുതായിട്ടൊന്ന് വെള്ളം സ്പ്രേ ചെയ്ത് കൊടുക്കുക. ഒരു 10 മിനിറ്റും കൂടെ അല്ലെങ്കിൽ 5 മിനിറ്റും കൂടെ വെയിറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുക. അല്ലാതെ ഡ്രൈ ആയ പാക്ക് നമ്മൾ പെട്ടതല്ലേ ഉള്ളൂ എന്ന് കരുതി നിങ്ങൾ വീണ്ടും വച്ചിരിക്കാനായിട്ട് പാടില്ല. ഓക്കെ, അത് നമുക്ക് ഗുണത്തെക്കാളും ദോഷമാണ് തരുന്നത്. ഡ്രൈ ആയിട്ടുള്ള പാക്ക് എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി ഉള്ള മോയ്സ്ചറൈസേഷൻ ഉണ്ടല്ലോ, അതും കൂടെ വലിച്ചെടുക്കും. അപ്പോൾ സ്കിന്ന് ഭയങ്കര ഡള്ളായിട്ട് തോന്നും, സ്കിൻ ഒട്ടും തന്നെ നറിച്ചില്ല, ജീവനില്ലാത്ത പോലെ തോന്നും. പിന്നെ അത് തിരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞാൽ അതും ഒരു ടാസ്ക്കാണ്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ സെമി ഡ്രൈ ആയി തുടങ്ങും. അപ്പോൾ റിമൂവ് ചെയ്യുക. ആ ഒരു രീതിക്ക് വേണം കട്ടിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ. ഒരുപാട് കട്ടിയും പാടില്ല, എന്നാൽ ഒത്തിരി തിൻ ലെയറും പാടില്ല. അതൊന്ന് ശ്രദ്ധിക്കുക. ഈ ഒരു പാക്കെന്ന് മാത്രമല്ല ഏതൊരു പാക്കും അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, ഇനി നമുക്കിത് അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കാനായിട്ട് പാടില്ല. കിടന്നിട്ട് കുറച്ച് നേരം റിലാക്സ് ചെയ്യുക. അപ്പം ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് നമ്മൾ ചൂടുള്ള കുക്കിങ്ങിലോ അങ്ങനെയൊന്നും പോവാതിരിക്കുന്നതാണ് നല്ലത്. ഈ ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് റിലാക്സ് ചെയ്യുന്നതാണ് നല്ലത്. പിന്നെ ഇത് ഇട്ടിരിക്കുന്ന സമയത്തായാലും ഇതിട്ട് കുറച്ച് കഴിഞ്ഞിട്ടായാലും ഉടനെ നിങ്ങളിത് വെയിലത്തോട്ട് സൺ എക്സ്പോഷർ ഉണ്ടാവരുത്. ഇനി അഥവാ ഉണ്ടായി പോകുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സൺസ്ക്രീൻ ഇട്ട് കവർ ചെയ്തിട്ട് വേണം പോകാൻ, പ്രത്യേകിച്ച് നമ്മൾ ഈ ഒരു പാക്കൊക്കെ ഇട്ടതിന് തൊട്ട് ശേഷമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിത് ഇടുന്നതിനപ്പുറത്ത് ആ ഒരു 10-15 മിനിറ്റല്ലേ ടോട്ടലായിട്ട് എടുക്കുള്ളൂ. ആ ഒരു 15 മിനിറ്റ് ടൈം ഉള്ളപ്പോൾ മാത്രം നിങ്ങളിതുപോലെ പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഒരു 10 മിനിറ്റ് വെച്ചിരിക്കുക, എന്നിട്ട് വാഷ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഡ്രൈ ആകുന്നില്ല, കുറച്ചും കൂടെ ഇതിൽ ഡ്രൈ ആകാനുണ്ടെങ്കിൽ ഒരു 5 മിനിറ്റും കൂടെ വെച്ചിരിക്കുക. ടോട്ടൽ ഒരു 15 മിനിറ്റ്, അതിൽ കൂടുതൽ വെച്ചിരിക്കേണ്ട കേട്ടോ. 10 മുതൽ 15 മിനിറ്റ് വരെ വെച്ചിരിക്കുക, എന്നിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. പിന്നെ നമ്മളിത് വാഷ് ചെയ്ത് കളയുമ്പോൾ നിങ്ങൾ സാധാരണ വെള്ളത്തിൽ ജസ്റ്റ് ഒരു മസാജ് കൊടുത്തിട്ട് വാഷ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ ഒരുപാട് ഉരയ്ക്കുകയോ അല്ലെങ്കിൽ ഒരുപാട് സ്കിന്നിനെ ഇറിറ്റേറ്റ് ചെയ്യാനായിട്ട് പാടില്ല. ചെറുതായിട്ട് വളരെ ജെൻറ്റിലായിട്ട് മാത്രമേ സ്കിന്നിൽ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ടച്ച് ചെയ്യാനായിട്ട് തന്നെ പാടുള്ളൂ. അല്ലാതെ ബാക്കി കാര്യങ്ങളൊക്കെ സ്കിന്നിന് സ്വയം നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഈ പാക്ക് ഇടുന്നത് ഗുണത്തിന് വേണ്ടിയിട്ടാണ്. സോ ദോഷമാക്കരുത്. അതുകൊണ്ട് നമ്മൾ ജെൻറ്റിലായിട്ട് വേണം കെയർ ചെയ്യാനായിട്ട്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളിത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രം യൂസ് ചെയ്താൽ മതി, കൂടിപ്പോയ 2 ദിവസം, അതിൻ്റെ ആവശ്യമേ ഉള്ളൂ. അങ്ങനെ മാത്രം നിങ്ങൾ യൂസ് ചെയ്താൽ മതി. ഇനി നിങ്ങൾക്കൊരു ഫംഗ്ഷനുണ്ട്, പാർട്ടിയുണ്ട്, കല്യാണത്തിന് പോകണം, അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അന്ന് രാവിലെയോ അല്ലെങ്കിൽ തലേദിവസം രാത്രിയോ ഈ ഒരു പാക്ക് യൂസ് ചെയ്യാം. എന്നിട്ട് നമുക്കിത് സാധാരണ ഫേസ് വാഷ് ചെയ്തിട്ട് നല്ല രീതിയിൽ സൺസ്ക്രീനൊക്കെ അപ്ലൈ ചെയ്തിട്ട് മേക്കപ്പൊക്കെ ചെയ്ത് പോവുകയാണെങ്കിൽ എക്സ്ട്രാ ഓർഡിനറി ആയിരിക്കും കേട്ടോ. ഭയങ്കര ഫ്ലോലെസ് ആയിരിക്കും സ്കിന്ന്. അപ്പോൾ നിങ്ങളിത് ഒരു പെർട്ടിക്കുലർ ഇഷ്യൂവിന് വേണ്ടിയിട്ടല്ല, നമ്മുടെ സ്കിന്നിന് ഓവറോൾ ഒരു ഫ്രഷ്നെസ്, ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നെസ്, ഇതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ രാത്രി നമ്മളിത് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ കിടക്കുന്നതിന് മുന്നേ ആയിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് കിടക്കുക. ഏത് സ്കിൻ കെയർ ആണോ നിങ്ങൾ ചെയ്യുന്നത് അത് തന്നെ ചെയ്തിട്ട് കിടന്നാൽ മതി. സൂപ്പറാണ് കേട്ടോ, വളരെ അടിപൊളിയാണ്. നല്ല രീതിയിൽ സ്കിൻ ബ്രൈറ്റൻ അപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്കൊരു പാർട്ടി ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ അതിന് മുന്നത്തെ ദിവസം രാത്രി അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ രാവിലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടും. കാര്യം നമുക്ക് ആ ഒരു മേക്കപ്പൊക്കെ ചെയ്യുന്ന സമയത്ത് ദൈവം എൻ്റെ സ്കിൻ തന്നെയാണോ അങ്ങനെ തോന്നിപ്പോവും. അത്രയും ഡള്ളായിരിക്കുന്ന സ്കിന്നാണെങ്കിൽ അത്രയും റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പാക്കാണ്. ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ച് ഏത് മോയ്സ്ചറൈസർ ആണോ നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം യൂസ് ചെയ്യാം. വേറെ ഏതൊക്കെ സ്കിൻ കെയർ ആണോ നിങ്ങൾ ഫോളോ ചെയ്യുന്നത് അത് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റും. അത്രയും അടിപൊളിയാണ്. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ബൈ.